കളിച്ചും ചിരിച്ചും വളരേണ്ട കുഞ്ഞു ബാല്യത്തിൽ കളിചിരിയോടൊപ്പം തന്നെ ശരിയായ ചുറ്റുപാടും പഠനവും അനിവാര്യമാണ്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കുട്ടികളെ വളർത്താം ഏറ്റവും മികച്ച അന്തരീക്ഷത്തിൽ. 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വെറും തിരഞ്ഞെടുപ്പ് വാഗ്ദാനം മാത്രമാകാതെ ചേലക്കര ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. പട്ടണത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതിനാൽ ഉടനടി പരിഹാരം വേണമെന്ന ആവശ്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേലക്കര മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന വിഷയമായി ഉയർന്നുവന്ന ചേലക്കര ബൈപ്പാസ് പദ്ധതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അടുത്തതോടെ വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിൽ സജീവമായിരിക്കുകയാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിന്റെ വികസന ചർച്ചകൾക്കൊടുവിൽ ബൈപ്പാസിന്റെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥയുമാണ് പ്രാദേശിക ജനങ്ങൾക്കിടയിലെ പ്രധാന സംസാര വിഷയം. ചേലക്കരക്കാരെ സംബന്ധിച്ചിടത്തോളം ചേലക്കര ബൈപ്പാസ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരും. കഴിഞ്ഞ കാലഘട്ടത്തിൽ 105 കോടി രൂപ ചെലവഴിച്ച് ഇവിടുത്തെ റോഡ് നിർമ്മിച്ചു. അതിനുശേഷവും ആ റോഡ് നിർമ്മിച്ചതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഗുണം നമുക്ക് കിട്ടിയില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണുള്ളത്. ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സമയത്തും നമ്മൾ ബൈപ്പാസിനെ കുറിച്ച് പലപ്പോഴും ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകരെല്ലാം എല്ലാവരും ആഗ്രഹിക്കുന്ന, പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ചങ്ങലയെടുത്ത് ഉദ്യോഗസ്ഥർ വരും, അളക്കും, ഇതാ ബൈപ്പാസിന് ഓരോ കല്ലുകളിടും, എന്നിട്ട് ഇതിങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും നടക്കുക. ഇനി നിയമസഭാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ വരാൻ പറഞ്ഞാൽ ഒരു 6 മാസത്തിൻ്റെ ഉള്ളിൽ നടക്കാൻ പോവുക. ഇപ്പോഴും ബൈപ്പാസ് യാഥാർത്ഥ്യമായിട്ടില്ല. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ഈ ആ ബൈപ്പാസ് ഉടൻ തന്നെ വന്നാലാണ് ചേലക്കരയിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരമാവും. ആയതുകൊണ്ട് ഇവിടുത്തെ MP-യും MLA-യും എല്ലാം മന്ത്രിസഭയിലെ രണ്ടാമൻ എന്നൊക്കെ പറഞ്ഞിരുന്ന ഈ കാലഘട്ടങ്ങളിലൊന്നും തന്നെ ഈ ബൈപ്പാസ് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉടൻ തന്നെ അത് യാഥാർത്ഥ്യമാക്കി ചേലക്കരക്കാരുടെ ഈ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം കാണണം എന്നാണ് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു ജനപ്രതിനിധി എന്ന നിലയിലും എൻ്റെ പാർട്ടിക്കും പറയാനുള്ളത്. 3.86 കിലോമീറ്റർ മാത്രം നീളമുള്ള ഈ ബൈപ്പാസ് യാഥാർത്ഥ്യമായാൽ ചേലക്കര പട്ടണത്തിലെ ഗതാഗതക്കുരുക്കിന് വലിയൊരളവിൽ പരിഹാരമാകും. എന്നാൽ കിഫ്ബി ധനസഹായത്തോടെ പ്രഖ്യാപിച്ച 20 കോടി രൂപയുടെ ഈ പദ്ധതി ഇപ്പോഴും ആസൂത്രണ ഘട്ടത്തിലും ഭൂമി ഏറ്റെടുക്കൽ നടപടിക്രമങ്ങളിലും ഒതുങ്ങുകയാണ്. സോഷ്യൽ ഇംപാക്ട് അസസ്മെന്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയും വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. പദ്ധതിയുടെ പേരിൽ സർവേ കല്ലുകൾ നാട്ടിയിട്ട സ്ഥലങ്ങളിൽ മറ്റൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്താനാകാതെ ഭൂവുടമകളും ബുദ്ധിമുട്ടുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പോരാട്ടത്തിന് കളമൊരുങ്ങുമ്പോൾ പല വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന ഈ വികസന പദ്ധതിയുടെ പേരിൽ ഭരണ പ്രതിപക്ഷ മുന്നണികൾ പരസ്പരം പഴിചാരുമെന്നത് ഉറപ്പാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കിലെത്തി നിൽക്കുമ്പോൾ ഈ വികസന സ്തംഭനം ചേലക്കരയുടെ രാഷ്ട്രീയ പോരാട്ടത്തിൽ എന്ത് ചലനം സൃഷ്ടിക്കുമെന്ന് കാത്തിരുന്നു കാണാം. CCVക്ക് വേണ്ടി മുതിർന്ന മാധ്യമ പ്രവർത്തകൻ സുമേഷ് അരയംപറമ്പിലിനൊപ്പം അശ്വതി മുരളീധരൻ.